ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കാനാ മുതൽ കാൽവറി വരെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ വിവിധങ്ങളായ അത്ഭുത പ്രവൃത്തികളിലൂടെയുള്ള ഒരു യാത്രയിലാണ് നാം. നമ്മൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അനുദിനം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ഒരു വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ കർത്താവ് എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റുപറച്ചിലാണ്. അത്ഭുത പ്രവൃത്തികളുടെ മാഹാത്മ്യം എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ അനുദിന ജീവിതത്തെ അത് ഏത് രീതിയിൽ സ്പർശിക്കുന്നു, ഏത് രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, അവയാണ് ഏറ്റവും പ്രധാനമായ വസ്തുത. എല്ലാവർക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ഇഷ്ടമാണ്. അത്ഭുത പ്രവൃത്തികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ തന്നെ അത്ഭുതമാണ്, ഉപദേശങ്ങൾ അത്ഭുതമാണ്, അവൻ്റെ ജീവിത പന്താവ് അത്ഭുതമാണ്. വാക്കിലും പ്രവൃത്തിയിലും ഉപദേശങ്ങളിലും ജീവിത പന്താവിലും നിറഞ്ഞു നിന്ന ആ തെളിമയുടെ നീർച്ചാലുകൾ നമ്മുടെ ജീവിതത്തിന് അടയാളങ്ങളും അനുഭവങ്ങളുമായി തീരട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മുടെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗമാണ്. വിശുദ്ധ മത്തായി 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗം നമ്മുടെ കർത്താവിൻ നേരിട്ട 3 പരീക്ഷകളിൽ തെളിവാകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും. നമ്മൾ പലപ്പോഴും അത്ഭുതങ്ങളായി കാണുന്നത് കുരുടനെ സൗഖ്യമാക്കിയത്, തളർവാദിയെ സൗഖ്യമാക്കിയത്, അന്ധനെ സൗഖ്യമാക്കിയത്, അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളാണ്. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവ് നേരിട്ട പരീക്ഷകളിൽ ഒരു വലിയ അത്ഭുതം നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ സൃഷ്ടി തന്നെയാണ് സാത്താനും, തള്ളപ്പെട്ട മാലാഖയാണവൻ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗണത്തിൽപ്പെട്ട സാത്താൻ അവൻ്റെ സൃഷ്ടാവിനെ സമീപിച്ച് 3 പരീക്ഷകൾ നടത്തുന്നു. നമുക്കിത് വായിക്കുമ്പോൾ ആദ്യമേ മനസ്സിൽ കടന്നു വരുന്ന ചിന്ത, ദൈവമേ, നീ എന്തിന് സാത്താന് പരീക്ഷയ്ക്കായി സ്വയം വിട്ടുകൊടുത്തു? അവനോട് അത്രമാത്രം ഒരു സഖിത്വത്തോടെ ഇടപെട്ടു, അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ദൈവം തമ്പുരാൻ വലിയവനാണ്. മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മഹിമ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദൈവത്തിൻ്റെ വലിമയും അവൻ്റെ ശക്തിയും അവനിലെ ഭീതിത ഭാവങ്ങളുമൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് മനുഷ്യനേക്കാൾ സാത്താൻ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നിയേറ്റ് വെറും പൊടിയായി പോകാതെ ആയിത്തീർന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത്ഭുതമായിട്ടല്ലാതെ നമുക്ക് കാണാൻ പറ്റത്തില്ല. സാധാരണയായിട്ട് പരീക്ഷകൾക്ക് വിധേയമാകുന്ന ഗുരുക്കന്മാരുണ്ട്. ആ പരീക്ഷകൾക്ക് വിധേയരാകുമ്പോൾ അവരുടെ സമീപനത്തിൽ തന്നെ വ്യത്യസ്തതകളുണ്ട്. ഇവിടെ നാം പ്രാർത്ഥനയോടും ധ്യാനത്തോടും ഒരു അടയാള ഭാവത്തോടും കൂടി വീക്ഷിക്കണം. ഇതാ എൻ്റെ കർത്താവ് സൃഷ്ടിയായ സാത്താൻ്റെ പരീക്ഷകൾക്ക് വിട്ടുകൊടുക്കുന്നു. മനുഷ്യനിൽ നിന്ന് സഹിച്ചവൻ, സാത്താൻ്റെ പരീക്ഷണത്തിന് വിട്ടുകൊടുത്തവൻ, എൻ്റെ രക്ഷയ്ക്ക് നിധാനമായ തമ്പുരാൻ കർത്താവിൻ്റെ വാക്കുകളിലൂടെയും പരീക്ഷണ സമയത്ത് നേരിട്ട നൊമ്പരങ്ങൾക്കപ്പുറമായ ആത്മനിർവൃതിയിലൂടെയും ധ്യാനപൂർവ്വം നമുക്ക് യാത്ര ചെയ്യാം. അതിനുള്ള ഒരുക്കമായി, പാഠമായി കർത്താവിൻ്റെ ഈ അത്ഭുതത്തെ നമുക്ക് വീക്ഷിക്കാം.
3 പരീക്ഷകളിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത്. കർത്താവിൻ്റെ മുൻപാകെ ബലഹീനനായ സാത്താൻ കടന്നു എന്ന് പറയുകയാണ്. കർത്താവ് വിശക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പറയുകയാണ്, കർത്താവേ, നിനക്ക് വിശക്കുന്നല്ലോ, നീ കല്ലുകളെ അപ്പമാക്കി നിന്റെ വിശപ്പിനെ മാറ്റ്. വിശക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാദ്യം കടന്നു വരുന്നത് ഭക്ഷിക്കുവാനുള്ള താല്പര്യമാണ്. അവന് പണം വേണ്ട, മറ്റ് സൗകര്യങ്ങൾ വേണ്ട, അധികാരം വേണ്ട, ഒന്നും വേണ്ട. വിശക്കുന്നവൻ ആവശ്യം ഭക്ഷണമാണ്. പ്രത്യേകിച്ച് മരുഭൂമിയിലൂടെ ആയിരിക്കുമ്പോൾ അവന് വെള്ളം വേണം, അവന് ദാഹമുണ്ട്, ഭക്ഷണം വേണം. ഈ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യ മനോഭാവമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരൂപിയായ മനുഷ്യാവതാരത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ കല്ലുകൾ നീട്ടിക്കൊണ്ട് സാത്താൻ കടന്നു ചെല്ലുന്നത്. ആ കല്ലുകളിൽ നമ്മുടെ കർത്താവ് അപ്പം കണ്ടില്ല എന്നുള്ളതാണ് വലിയൊരു അത്ഭുതം. സാത്താൻ കർത്താവിന് അപ്പം ഉണ്ടാക്കി കൊടുത്തില്ല. അവനത് സാധിക്കുമായിരുന്നു, അപ്പവുമായിട്ട് ചെല്ലാമായിരുന്നു. എന്നാൽ കല്ലിനെ അപ്പമാക്കുന്ന അത്ഭുതം കാണാൻ കൊതിച്ച സാത്താനെ കർത്താവ് ലജ്ജിപ്പിക്കുകയാണ് ചെയ്തത്. തൻ്റെ വിശപ്പിനെ പറ്റി പറയേണ്ടത് സാത്താനല്ല, തന്നിൽ വിശപ്പുണ്ടെന്ന് അറിയിക്കേണ്ടത് സാത്താനല്ല, അതിനുള്ള വഴുത്താര കാട്ടിത്തരേണ്ടത് സാത്താനല്ല. കർത്താവിനതറിയാമായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമുക്ക് ചില വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ തരുന്നത് ആരാണ്? നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മുടേതായ ചുറ്റുവട്ടത്തിൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നുമുണ്ട്. എന്നാൽ അവർക്ക് കൊടുക്കുന്നത് പോരാ, അവർക്കല്പം കൂടെ ആകാമായിരുന്നു, അവർ ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞ് കടന്നു വരുന്ന ഒത്തിരി പേരുണ്ട്. കുഞ്ഞുങ്ങളെ സമീപിച്ച് നിങ്ങളുടെ വസ്ത്രം ശരിയായില്ല, നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് ആ കുട്ടിയുടെ പിതാവിൻ്റെ സാഹചര്യം മനസ്സിലാക്കാതെ ഉപദേശിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയോടെ ഓർക്കണം. അത്തരമുള്ള സാഹചര്യങ്ങൾ കാണുമ്പോഴും സാത്താൻ കർത്താവിനോട് പറഞ്ഞ വാചകം ഓർത്തോണം. ഒരുപാട് കല്ലുകളുണ്ടായിരുന്നു, പല രീതിയിലുള്ള കല്ലുകളുണ്ട്. പ്രത്യേകിച്ച് മരുഭൂമിയിലെ കല്ലുകളാണത്. മരുഭൂമിയിലെ കല്ലുകൾ ഉറപ്പില്ലാത്ത കല്ലുകളാണ്, നിർമ്മാണ പ്രവൃത്തികൾക്ക് കൊള്ളത്തില്ല. അത്തരത്തിലുള്ള കല്ലുകളാണ് മരുഭൂമിയിലുള്ളത്. വലിയ പാറക്കല്ലുകൾ കിടപ്പുണ്ട്, പാറ പൊടിഞ്ഞുള്ള കല്ലുകൾ കിടപ്പുണ്ട്. അപ്പോൾ അപ്പം ഉണ്ടാക്കാനുള്ള കല്ലുകളെ പാകപ്പെടുത്തിയെടുക്കണം, ചെത്തിയെടുക്കണം. കല്ലുകൾ അപ്പമാക്കുക എന്ന് വച്ചാൽ കല്ലിൻ്റെ ഘടനയിലുള്ള അപ്പമല്ല ആവശ്യം. ആദ്യം ചെയ്യേണ്ടത് ഘടന മാറ്റണം. അപ്പോൾ സാത്താൻ എന്തോരം ആഴത്തിലാണ് കർത്താവിനോട് പറഞ്ഞത്. കാരണം വലിയ കല്ലുകൾ അതേ രൂപത്തിൽ അപ്പമാക്കിയാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് നീ ആദ്യം കല്ലുകളെ അപ്പത്തിൻ്റെ രൂപത്തിലേക്കാക്കണം, അത് വെട്ടി വെടിപ്പാക്കണം, അതിനുശേഷം അപ്പമാക്കണം. നമ്മൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളവരാണ്. നമ്മൾ അപ്പമൊക്കെ ചുടാറുണ്ട്. ചിലപ്പോൾ വലിയ അപ്പങ്ങൾ വലിയ പാത്രത്തിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ആ അപ്പത്തിൽ നിന്ന് മുറിച്ച് കഴിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാരണം അപ്പത്തിൻ്റെ രുചി, മാവിൻ്റെ രുചി, അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം, അത് വെന്തു വരുന്ന അനുഭവം, ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിനെ ചെറുതായിട്ടുണ്ടാക്കണം. ഒരു വലിയ ഭീമാകാരമായ പാറയ്ക്ക് തുല്യമായ വലിയ അപ്പം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അപ്പത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ പടർന്നെന്ന് വരത്തില്ല. വേവ് ശരിയാകത്തില്ല, പദാർത്ഥങ്ങൾ തുല്യമായിട്ട് അതിലെത്തിയെന്ന് വരത്തില്ല.
അപ്പം നമ്മൾ പ്രാർത്ഥനയോടുകൂടി ചിന്തിക്കേണ്ടത്, സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ഘടനകളെ മാറ്റാൻ ആവശ്യപ്പെടും. അപ്പമായി തീരാത്ത ചില അനുഭവങ്ങളെ അവൻ്റെ ദൃഷ്ടിയിലുള്ള അപ്പങ്ങളാക്കി മാറ്റാൻ ആവശ്യപ്പെടും. ഇന്ന് നമ്മളുടെ ചിന്തകളും ഭാവങ്ങളുമൊക്കെ സാത്താൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഭക്ഷണകാര്യങ്ങൾ, നമ്മളുടെ ചിന്താധാരകൾ, ബൗദ്ധിക ഭാവങ്ങൾ, ഇവയൊക്കെ സാത്താൻ പറയുന്നതിനനുസരിച്ച് നമ്മൾ അറിയാതെയെങ്കിലും രൂപപ്പെടുത്തുന്നില്ലേ? അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ടായിരിക്കണം: എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് ദൈവമാണ്, എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് ദൈവമാണ്. അത് ഉൾക്കൊള്ളുന്ന കാഴ്ചയാണ് യഥാർത്ഥമായ അത്ഭുതം. കർത്താവ് ഇതിന് തയ്യാറായില്ല. അപ്പത്തിൻ്റെ മറവിൽ കല്ല് കാണും, കല്ലിൻ്റെ മറവിൽ അപ്പവും കാണും. സാത്താൻ കുറേ കല്ലുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. കർത്താവ് അതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്: മകനെ, മകളെ, നീ അപ്പമാണെന്ന് കരുതുന്ന, അപ്പമാകേണ്ടതാണെന്ന് കരുതുന്ന പല തയ്യാറെടുപ്പുകളും അത് അപ്പമാകേണ്ടതല്ല. നീ കല്ലാണെന്ന് കരുതുന്ന പലതും കല്ലുകളുമല്ല. എന്ന് വെച്ചാൽ, ഒന്നുകൂടി ലഘുവായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദുരിതമെന്ന് പറയുന്ന പലതിൻ്റെയും ഇടയിൽ നമ്മൾ അറിയാത്ത നന്മകളുണ്ട്. നമ്മൾ നന്മകളെന്ന് കരുതുന്ന പല ഭൗതികതകളുടെയും നടുവിൽ നമ്മളറിയാത്ത കല്ലുകളുമുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥനയോടുകൂടി തയ്യാറെടുത്തോണം. എൻ്റെ ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും ദർശനത്തിനുമപ്പുറമുള്ള ആത്മീയതയുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോഴാണ് ജീവിതം പ്രസക്തമായി തീരുന്നത്. കർത്താവിൻ്റെ മുൻപാകെ കാണിച്ചു കൊടുത്ത കല്ലുകൾ അതൊരു വലിയ ധ്യാന ചിന്തകളാണ്. അവിടെ കൂടിക്കിടക്കുന്ന കല്ലുകൾ ഒത്തിരിയുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഏറ്റുവാങ്ങിയ കല്ലുകൾ ഒത്തിരിയില്ലേ? ഈ കല്ലുകളൊക്കെ എവിടേക്കോ ചിതറിക്കിടക്കുകയാണ്. ഇപ്രകാരം നമ്മളെ പലരും എറിഞ്ഞ നിന്നയുടെ ദുഷിയുടേതായ കല്ലുകൾ പറക്കിയെടുത്ത് എറിയുന്നവരുടെ നേരെ പ്രയോഗിക്കുവാൻ നമ്മൾ പലപ്പോഴും വെമ്പിയിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കല്ലുകളും നമ്മൾ എടുത്തെറിയാനുള്ളതല്ല. ചിലതൊക്കെ അവിടെ കിടക്കട്ടെ, സൂക്ഷിച്ചു വച്ചേക്കണം. നമ്മൾക്ക് നൊമ്പരമായ ചതവുകളേറ്റ കല്ലുകൾ നാം എടുത്തെറിയരുത്. അതിൻ്റെ കാരണം, നാളെ ആ കല്ലുകൾക്ക് രൂപഭംഗം വന്ന് മനോഹരമായി നമ്മുടെ ഷോക്കേസുകളെ അലങ്കരിക്കുന്ന കല്ലുകളായി അത് മാറും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും നൊമ്പരങ്ങളുമൊക്കെ നാളെ ഓരോ പാഠങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇന്നേറ്റ വഞ്ചനയുടെ സ്വരങ്ങൾ, ശാപത്തിൻ്റെ സ്വരങ്ങൾ, നാളെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള പാഠപുസ്തകങ്ങളാണ്. നാളെ അതൊക്കെ നമ്മുടെ ഷോക്കേസുകളെ അലങ്കരിക്കും. ഇന്ന് കേട്ട ദുഷിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നാളെ നമ്മൾ പൊട്ടിച്ചിരിക്കും. ഇന്ന് നമ്മളേറ്റ അടികളും വഞ്ചനകളും നമ്മൾ ഓർക്കുമ്പോൾ നാളെ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. ഇതൊക്കെ പാഠഭാഗങ്ങളായിട്ട് മാറണം. അതാ കർത്താവിൻ്റെ മുൻപാകെ കല്ലുകൾ കാണിച്ചു കൊടുത്ത സാത്താൻ കാണിച്ചു കൊടുത്ത ചില ചിന്തകളുണ്ട്. പക്ഷേ കർത്താവ് അതിൽ നിന്നും മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളും അത്ഭുതങ്ങളാണ്. ഈ കല്ലുകളെന്നും കല്ലുകളായി കിടക്കത്തില്ല. ഈ കല്ലുകൾക്കൊക്കെ മാറ്റങ്ങൾ വരും. പല ഉപയോഗങ്ങളുണ്ട്. ചിലതും മണലായി മാറ്റപ്പെട്ടെന്നിരിക്കും, ചെളിയായി മാറ്റപ്പെട്ടെന്നിരിക്കും. പലതും വളരാനുള്ള ഉദാത്തമായ ഭൂമികകളായിട്ട് മാറ്റപ്പെട്ടെന്നിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഘടനയ്ക്കും ദർശനത്തിനും ചിന്തകൾക്കും മാറ്റം വരുത്താതെ ദൈവത്തിൻ്റെ ഘടനയുമായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. അവൻ നൽകിയ അപ്പം അങ്ങനായിരുന്നു. കർത്താവ് ഒരിക്കലും കല്ല് കാണിച്ച് അപ്പമാണെന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരിക്കലും അപ്പം എടുത്തു വെച്ചിട്ട് അത് കല്ലാണെന്നും പറഞ്ഞിട്ടില്ല. കല്ല് കാണിച്ച് അപ്പമാണെന്നും അപ്പം കാണിച്ച് കല്ലാണെന്നും പറയാത്ത ദൈവത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അവിടെയാണ് അത്ഭുതത്തിൻ്റെ അടയാളം പ്രകടമായിട്ട് മാറുന്നത്. കർത്താവ് പറയുകയാണ്, എനിക്ക് ഭക്ഷണം തരേണ്ടതും വിശപ്പിനെക്കുറിച്ച് ഓർപ്പിക്കേണ്ടതും സാത്താൻ്റെ വാക്കുകളല്ല. ഇന്ന് നമ്മളെ ഇതൊക്കെ ഓർപ്പിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ലൗകികതയുടേതായിട്ടുള്ള ചില ചൊൽത്തുകളാണ്, ചില ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളിൽ നമ്മൾ വീണുപോയി നമ്മൾ അറിയാതെ പരാജയത്തിലേക്ക് പോകുകയാണ്. അതിൽ നിന്ന് നമുക്കൊരു വിമോചനമുണ്ടാകണം.
രണ്ടാമതായി കർത്താവിനെ ഒരു വലിയ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ട് താഴോട്ട് ചാടാൻ സാത്താൻ ആവശ്യപ്പെടുകയാണ്. അവൻ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. വലിയ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ കയറ്റുകയാണ്. മരുഭൂമിയിൽ ദേവാലയ ഗോപുരം എവിടാ സഹോദരങ്ങളെ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് മരുഭൂമിയിൽ നിന്ന സമയത്താണ് സാത്താൻ കടന്നു ചെല്ലുന്നത്. ആ സമയത്താണ് ഇവിടെ ഇതാ മരുഭൂമിയുടെ ചുറ്റുവട്ടങ്ങളൊക്കെ മാറ്റി ദേവാലയത്തിൻ്റെ വലിയ ഗോപുരത്തിൽ യേശുവിനെ കയറ്റി നിർത്തുന്ന ഒരു ഫീലിംഗ് സാത്താൻ അവിടെ സൃഷ്ടിക്കുകയാണ്. അവനത് പറ്റും. മരുഭൂമിയിൽ ആലയം പണിയാനും അതിൻ്റെ മുകളിലാണ് നിർത്തുന്നതെന്നുള്ള ഫീലിംഗ് സൃഷ്ടിക്കാനും ഒക്കെ സാത്താന് സാധിക്കും. മനുഷ്യനാണ് തീർച്ചയായിട്ടും ചിന്തിച്ചു പോയനെ. അവിടെ ദേവാലയത്തിൻ്റെ ഗോപുരമുണ്ടായി, ഞങ്ങളതിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെന്നൊക്കെ ചിന്തിച്ചു പോയനെ. പക്ഷേ താഴോട്ട് ചാടാൻ പറയുന്നു. അവനെ ദൂതന്മാർ വഹിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. നിന്റെ കാലുകളിൽ തട്ടാതെ വണ്ണം കൈകളിൽ വഹിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. എന്താണ് ഈ പരീക്ഷയുടെ അർത്ഥം? അതിലെ അത്ഭുതം എന്താണ്? ആദ്യം സാത്താൻ കർത്താവിനോട് പറഞ്ഞത് നീ അപ്പമാക്കി ഭക്ഷിക്കാനാ. ഇപ്പം വീണ്ടും പറയുകയാണ്, നീ മേളിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ ഈ കല്ലുകളൊന്നും നിന്റെ കാലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അതെ, തടങ്കൽപ്പാറയും ഇടങ്കൽപ്പാറയും ഒക്കെയുണ്ട്. അതിനെ അപ്പമാക്കാൻ സാത്താൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രകടമായ ഒരു ആശയവിനിമയമാണ് നിന്റെ കാലിൽ കല്ല് തട്ടാതെ വണ്ണം ദൂതന്മാർ കാത്തുകൊള്ളും. അപ്പം നമ്മൾ എന്തോ മനസ്സിലാക്കണം, ആ കല്ലുകളൊക്കെ എന്തോരം പ്രശ്നമുള്ളതായിരുന്നു. കർത്താവ് അത് അപ്പമാക്കാതെ നമുക്ക് നല്ല പാഠമായി കാണിച്ച് സാത്താനെ തോൽപ്പിച്ചതല്ലേ അവിടുത്തെ വലിയ അത്ഭുതം? തടങ്കൽപ്പാറയിൽ നിന്ന്, ഇടർച്ചയുണ്ടാക്കുന്ന പാറയിൽ നിന്ന് അപ്പം സൃഷ്ടിക്കാൻ സാത്താൻ ശ്രമിച്ചിട്ട് കർത്താവ് അതിനെ തോൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ചില ജീവിതാനുഭവങ്ങൾ, കാല് തട്ടിമുറിക്കുന്ന, മുൻപോട്ടുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. അതൊക്കെ അപ്പമാണെന്ന് പറഞ്ഞ്, പ്രയോജനമാണെന്ന് പറഞ്ഞ് നമ്മൾ പോകരുത്. അത് തിരിച്ചറിയണം, കണ്ണു തുറന്ന് നോക്കണം, ധ്യാനിച്ച് നോക്കണം, പ്രാർത്ഥിച്ച് ദൈവമുഖത്തേക്ക് നോക്കണം. ഇന്ന് നമ്മളുടെ ഒരു പ്രശ്നം, എല്ലാത്തിനും നമ്മൾ എടുത്തു ചാടാൻ പോവാം. മാറ്റണ്ടാത്ത ചില സംഗതികളൊക്കെ ഉണ്ട്, അതൊഴിഞ്ഞു പോകണം. കുത്തിയൊഴുകി വരുന്ന ഒരു നദി ചില പാറപ്പിളർപ്പുകൾക്കിടയിലൂടെ പോകുമ്പോൾ അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒഴുകും. ചിലപ്പോൾ അത് ചെറിയ ചോലയായിട്ട് മാറ്റപ്പെടും. വലിയ ആറ് ആരംഭത്തിൽ വളരെ ചെറിയൊരു ഉറവയിൽ നിന്നാണ് വരുന്നത്. ചിലപ്പോൾ വലിമയെ പ്രാപിക്കും, മറ്റ് ചിലപ്പോൾ തീരെ ചെറുതാകും. എന്നതുപോലെ നമ്മളും ചിലതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകണം. സാത്താൻ്റെ മുമ്പിലല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടത്, അതിശയം പ്രവർത്തിക്കേണ്ടത്. അതിശയം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ സമൂഹത്തിലുണ്ട്. നമ്മളിന്ന് ചിലരുടെ മുൻപിൽ മിടുക്ക് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ആളുകളിക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടില്ലേ? നമ്മൾ ചില മേഖലകളിൽ നന്നായിട്ട് പ്രസംഗിക്കും, പാട്ടുപാടും, സഹോദരങ്ങളെ സ്നേഹിക്കും, കരുതും. ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കുള്ളത്. മറ്റ് ചിലപ്പോൾ നമുക്ക് പറ്റത്തേയില്ല, ഇതൊന്നും പറ്റത്തില്ല. നമ്മൾ വെറും നിസ്സാരന്മാരായി മാറ്റപ്പെടും. എവിടെ നമ്മൾ സ്വയം മിടുക്കരാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ നമ്മൾ പരാജയപ്പെടും. ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ വരേണ്ട കാര്യങ്ങളാണ്. നാച്ചുറലായിട്ട് വരണം ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലപ്പോൾ നമ്മുടെ സ്നേഹിതരുടെ, നമ്മുടെ പിതൃനഗരങ്ങളിലെ അല്ലെങ്കിൽ നമ്മളെ അറിയപ്പെടുന്നവരുടെ മുൻപിൽ കൂടുതൽ വലിയ ആളാകാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ അതുവരെ ഇല്ലാത്തൊരു സ്പിരിറ്റ് കാണിക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ പരാജയപ്പെടും. അവിടെ നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ അറിയാതെ തടസ്സപ്പെടും. നമ്മുടെ നന്മകൾ ചിലർ മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല, ഉൾക്കൊള്ളത്തുമില്ല. കാരണം തടങ്കൽ പാറ കിടക്കുന്നിടത്തോളം ആ പ്രശ്നമുണ്ട്. ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ കാല് തട്ടുമെന്നുള്ളത് സാത്താൻ അറിയാം. അതുണ്ടാകാതിരിക്കാനുള്ള കാര്യം അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രിയമുള്ളവരെ പലപ്പോഴും എടുത്തു ചാടാറില്ലയോ? ഭക്തിയിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, നന്മയിൽ നിന്ന്
ഇടപെടുന്ന മേഖലയിൽ നിന്നൊക്കെ എടുത്തു ചാടും. അപ്പോൾ കാലിൽ തീർച്ചയായിട്ടും കല്ല് തട്ടത്തില്ലയോ? ഉപദ്രവമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട്. എടുത്തുചാട്ടം ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. ബന്ധുമിത്രാദികളോടും ചാർച്ചക്കാരോടും സ്നേഹിതരോടുമൊക്കെ ഇടപെടുമ്പോൾ ഒരു നിയന്ത്രണം ആവശ്യമാണ്. ഇവൻ സൃഷ്ടിക്കുന്ന ഒരു മായാ ലോകമാണതെന്ന് ചിന്തിക്കണം. നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല, ചിലപ്പോൾ നമ്മളങ്ങ് പൊങ്ങിപ്പോകും. ഞാൻ വലിയ ഗോപുരത്തിൽ കയറിയെന്ന് ചിന്തിച്ചു പോകും. ഞാൻ ഉന്നതങ്ങളില്ലാ നിൽക്കുന്നതെന്ന് തോന്നും. പ്രിയമുള്ളവരെ, അവൻ മണൽ കൊണ്ട് സൃഷ്ടിച്ച ഗോപുരമാണ്. അവൻ മണൽ കൊണ്ടുണ്ടാക്കിയ മായയുടെ ഗോപുരമാണ്. എനിക്ക് നിങ്ങൾക്കും ചിലപ്പോൾ തരുന്ന പണവും പ്രതാപവും ബുദ്ധിയുമൊക്കെ അതാണ്. അവിടെ നിന്ന് കൈവിട്ട് ചാടാനിടയാകരുത്. എൻ്റെ ഗോപുരം ദൈവമാകുന്നു. 121 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ദൈവമുള്ള പർവ്വതങ്ങളിലേക്ക് നമ്മളുടെ കണ്ണുകൾ ഉയരണം. ദൈവമില്ലാത്ത പർവ്വതങ്ങളുടെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരണം. അങ്ങനെയുള്ള ഗിരിശൃംഗങ്ങൾ നമ്മളെ എത്തിക്കുന്നത് പരാജയത്തിലേക്കാണ്, വലിയ വീഴ്ചയിലേക്കാണ്, വലിയ ശാപത്തിലേക്കാണ്. അതിൽ നിന്നുള്ള മോചനം നമുക്കാവശ്യമില്ലേ? പണം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഗോപുരങ്ങളും ഭൗതികമായി മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് വഞ്ചിച്ച് സൃഷ്ടിച്ച രമ്യകർമ്മങ്ങളും ബിസിനസ്സുകളും പദവികളും ഒക്കെ നമുക്ക് നാശമാണ്. ആ നാശത്തിൻ്റെ പാതയിൽ നിന്ന് നമ്മൾക്ക് പിന്മാറാം. മൂന്നാമതായി സാത്താൻ യേശുവിനോട് പറയുകയാണ്, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കണം, നിനക്കിതൊക്കെയും തരാം. അവൻ്റെ പോക്കത്ര വ്യത്യസ്തമായ സഹോദരങ്ങളെ. ആദ്യം താഴെ കിടക്കുന്ന കല്ലുകളിലേക്ക് നോക്കിപ്പിച്ചു. പിന്നീട് അതിനെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തി ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിലാക്കി. പിന്നീട് വീണ് നമസ്കരിക്കണം. വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. പരീക്ഷിക്കരുതെന്ന് കർത്താവ് പറയുകയാണ്. ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. കർത്താവ് ആരെയാണ് വീണ് നമസ്കരിക്കേണ്ടത്? അവനെല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്. അവൻ്റെ മുൻപിലാണ് മറ്റുള്ളവർ വണങ്ങേണ്ടത്. സാത്താൻ ആഗ്രഹിക്കുന്നത് അതാ. കർത്താവിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നവനെ തൻ്റെ പാദത്തിലേക്കാക്കണം. അവൻ്റെ മുറിപ്പാടുകളെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ തൻ്റെ വികൃതമായ പാദങ്ങളെ അലങ്കരിക്കുന്നവരാക്കി മാറ്റണം. സാത്താൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. ദൈവം വീഴത്തില്ലെന്ന് സാത്താൻ ഉറപ്പാണ്. അവൻ്റെ ചിറകരിഞ്ഞ് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ സൃഷ്ടാവിനോടാണ് അവൻ പറയുന്നതെന്നും അവനറിയാം. ദൂതന്മാർ വിറയ്ക്കുന്നവൻ്റെ മുൻപിൽ മാലാകന്മാര്, ഈ സാത്താനേക്കാൾ എത്രയോ 1000 മടങ്ങ് ശക്തിയുള്ള മാലാകന്മാര് 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് കാൽ മൂടി വണങ്ങുന്നവനോടാ പറയുന്നത്, എന്നെ ഒന്ന് വീണ് നമസ്കരിക്കണം. സാത്താൻ്റെ ആഗ്രഹം എത്രമാത്രം പെർവേർട്ടഡാണ്. കർത്താവിനെ കൊണ്ട് വീണ് വണങ്ങിക്കണം. ദൈവം അവനെ ഓടിച്ചു വിടുകയാണ്. പരീക്ഷിക്കരുതെന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഓർത്തോണം, വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. കർത്താവ് തൻ്റെ ആത്മീക കണ്ണുകൊണ്ട്, ദൈവീക ദർശനം കൊണ്ട് അവൻ്റെ വാക്കിൻ്റെ ബലഹീനത മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സഹോദര സഹോദരി ഒന്നോർത്താട്ട്. നാം ഇതുവരെയും വീണ് നമസ്കരിച്ചത് ആരെയാണ്? ആരുടെ കാലിലാണ് വീണത്? കാല് മാറിപ്പോയോ? നമ്മൾ പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ എൻ്റെ സഹോദര? നോയമ്പെടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? കർത്താവിൻ്റെ പാദം നീ കണ്ടോ? ആ പാദത്തിലൊന്ന് ചുംബിച്ചു. 2 തുള്ളി കണ്ണുനീര് ആ പാദത്തിൽ വീണു. സാത്താൻ എന്തിനാഗ്രഹിക്കുന്നത്? ഇന്ന് ദേവാലയ ഗോപുരങ്ങളെപ്പോലും തകർക്കാനല്ലേ അവൻ ശ്രമിക്കുന്നത്. ദേവാലയ ഗോപുരങ്ങളിൽ ഉയരേണ്ടത് കർത്താവിൻ്റെ ക്രൂശ. കർത്താവ് അവിടെ നിൽക്കേണ്ടത്. അവൻ അവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ സാത്താനാണ് പിന്നെ അവിടെ കാണുന്നത്. നമ്മളുടെ സഭകളും സമൂഹങ്ങളും ഒക്കെ ചിന്തിക്കണം, മതങ്ങൾ ചിന്തിക്കണം. ഈശ്വര സങ്കല്പത്തെ ഓടിച്ച് അവിടെ സാത്താനെ
പ്രതിഷ്ഠിക്കാൻ അവൻ ശ്രമിക്കുന്നത്. കർത്താവ് ചാടിക്കഴിഞ്ഞാൽ സാത്താനേ അവിടെ ഉള്ളൂ. നമ്മുടെ കുടുംബങ്ങളിലും അതല്ലേ സംഭവിക്കുന്ന സഹോദരങ്ങളെ. ദൈവത്തെ ചാടിച്ചിട്ട് അവൻ സ്വയം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പ്രാർത്ഥന കുറച്ചു, നിലവിളി കുറച്ചു, നന്മകൾ കുറച്ചു, സഹാനുഭൂതി മറന്നുപോയി. ഇന്നവൻ വിളഞ്ഞു നിൽക്കുകയാണ്. ആ വിളവിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമായിട്ട് മാറുന്നത്. എന്ത് ചെയ്താലും പരാജയമാണെന്നും നിരാശയാണെന്നും തോന്നുന്നത് അതുകൊണ്ട് തന്നെ. മറ്റുള്ളവരെ ശപിക്കുന്നത് അതുകൊണ്ടാണ്. കുടുംബത്തിലെ കലഹം അതാ. എൻ്റെ പ്രിയ സഹോദര, കർത്താവിനെ ചാടിക്കാൻ ശ്രമിക്കരുത്. അവൻ അവിടെ ഉയർന്നു നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ നാളം ഉയർന്നു നിൽക്കുമ്പോൾ ഞാൻ ബലപ്പെട്ടവനായി തീരുമെന്ന് നീ ഓർത്തുകൊള്ളണം. ദൈവമില്ലാത്ത നിൻ്റെ ഉയർച്ചകൾ പരാജയമാണെന്ന് ചിന്തിക്കണം. ആ നന്മയിലേക്ക് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കാനാ മുതൽ കാൽവരി വരെ എന്ന നമ്മുടെ കർത്താവിൻ്റെ അത്ഭുതങ്ങളിലൂടെയുള്ള ഈ യാത്ര നമുക്ക് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിശുദ്ധിക്കും ഹേതുവായി തീരട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.